ഞാൻ സിന്ധു സതീശൻ. ഞാൻ ഇന്ന് നമ്മളെ കുളൂസിൻ്റെ ബർത്ത്ഡേ ആണ്, 13ാമത്തെ വയസ്സ്, ടീനേജ് ആവുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നത് പാൽപ്പായസം എന്നോട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നീ ഉണ്ടല്ലോ, ഇത് മറ്റൊരു കുളൂസാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മകനാണ്. പാൽപ്പായസം ആക്കുന്ന സ്റ്റാർട്ടിങ് മാത്രമേ ഞാൻ ആദ്യം എടുക്കണമെന്ന് ചോദിച്ചു, മറന്നുപോയി. ഇത് തുടങ്ങിയ ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാനിതിൽ ഒരു ഗ്ലാസ് പിന്നെ ഇതാ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പിന്നെ അരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുളൂസിൻ്റെ കുറേ വർഷത്തെ ബർത്ത്ഡേ ഇപ്പം ഞാനിവിടെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പം ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ കൂട്ടത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നാട്ടിൽ കൊണ്ടത്. പിന്നെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഈ പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ പാൽപ്പായസം കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഒരു മീൻകുളം ശ്രീക്ഷേത്രം. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പോകും അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കൊണ്ട്, അമ്പലത്തിൽ പോയിട്ട് തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടേ വരില്ല. ഇത്ര തിരക്കായിരുന്നു, ഇത്ര വൈകിയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടേ വരും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ലാസ്റ്റ് കിട്ടുന്ന പാൽപ്പായസം പോകും. അതിൻ്റെ ഒരു രുചി ഇതിനിടക്ക് പിന്നെ 2 ദിവസം മുന്നേ പിന്നെ അനിയത്തിൻ്റെ ഭർത്താവും മക്കളും അമ്മയൊക്കെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ അവരൊക്കെ പറഞ്ഞത് മീൻകുളം അമ്പലത്തിൽ പായസത്തിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മളെ അമ്പലത്തിലെ കൃഷ്ണൻ്റെ പായസം, നമ്മളെ അമ്പലത്തിലെ കൃഷ്ണൻ്റെ പായസത്തിൻ്റെ പോലെ തന്നെ ഒരു സന്തോഷമില്ല. എനിക്ക് ഏറ്റവും ഫേവറേറ്റിലെ പായസം ഇത് തന്നെയാണ്. പിന്നെ പ്രഥമനൊക്കെ ഇഷ്ടമാണ്, പായസം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ്, നമ്മളെ പാൽപ്പായസം, അമ്പാട് കണ്ണൻ്റെ പാൽപ്പായസം. ഇതൊന്ന് ആക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നല്ല സുന്ദരിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ അവിടെ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പിൽ പായസം, മറ്റേ അടുപ്പിൽ ലേഗ് കുളിക്കാനായിട്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. കുറേ സമയം ഇതിങ്ങനെ ഇളക്കണമല്ലേ, നന്നായിട്ട് ഇളക്കി വേവിക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഈ ഇത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് അടിക്കും. പിന്നെ എന്താ പറയുക, കരിഞ്ഞു. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ബാംഗ്ലൂരിലത്തെ പിന്നെ നമ്മളെ അടുപ്പ് എന്ന് പറയുന്നത്, അടുപ്പ് വെക്കാനുള്ള സാധനത്തിൽ കുറച്ച് ഹൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നിട്ട് നേരെ നിന്നിട്ട് സംസാരിക്കും. പക്ഷെ ഇവിടെ ആകുമ്പോൾ കുനിഞ്ഞ് നിൽക്കണം, കാരണം ഇത് കുറേ താഴെയാണ്. നമുക്കത് ഉണ്ടാക്കാൻ എളുപ്പമൊക്കെ അല്ലേ. താഴെ ഉണ്ടാക്കും പായസം. കപ്പക്കുളമാണ് പായസം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളെ പായസം ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. അമ്മ ക്യാമറ വാങ്ങി ആടാ. അപ്പോൾ വെന്ത് ശരിയായിട്ടുണ്ട്. എന്നെ നിൽക്കും, ബാക്കി കൂടെ ചെയ്യണം. ഇനി ഈ പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഏലക്കായ ഒന്ന് ചൂടാക്കി എടുക്കണം. ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ ഇപ്പോൾ 5 ആയാലും കുഴപ്പമൊന്നും, 5 4 ഏലക്കായ ഇട്ടും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് നമ്മുടെ എന്താ പറയണ്ട്, നമുക്ക് നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ആക്കും അല്ലേ. ഈ തീ ഇങ്ങനെ ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ തുണിയും കൊണ്ട് വെക്കാൻ ചിലപ്പോൾ തുണിയിൽ എന്താ പറയുക തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഏലക്ക ഇതാ ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്.
ഞാൻ പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പല ആളും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഞാൻ ഒരു എന്താ പറയണ്ട, എത്ര വേണം അത്രയൊന്നും ഇട്ട് കൊടുക്കല്ലേ, അളവൊന്നും നോക്കലൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച പാലൊക്കെ ഒഴിക്കുക. ഞാൻ സാധാരണ പച്ചപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര ലെവൽ നോക്കണം, ഒഴിച്ചു കൊടുക്കണം. അധികം ടൈറ്റ് വേണ്ടെന്ന് പറഞ്ഞേ, അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് നമുക്ക്. ടോട്ടൽ ഞാൻ 1.5 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാലും ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അര ലിറ്റർ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആ കവറിലത്തെ പാലും ഒന്നും കൂടി വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. മധുരം ഇനിയും വേണം. ഓ സൂപ്പർ. ആദ്യം തീ കത്തിക്കാൻ പോകുമ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ബാക്കിയൊന്ന് പഞ്ചസാര റെഡിയാക്കി കൊടുക്കണം, കറക്റ്റാക്കി കൊടുക്കണം. തിക്കൈനാ ഇല്ല അല്ലേ? മധുരം നോക്കട്ടെ. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞാൽ മുന്തിരി ലേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പിന്നെ ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ. അമ്മയുണ്ട്. അമ്മ പായസം ആക്കുക നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇത് പഠിച്ചോ. ഇനി എപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി തരാൻ ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഏട്ടൻ ബാംഗ്ലൂരിലുള്ളത്, അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട് എനിക്ക്. ഏട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അതെയാ? രസമില്ല? കുടിച്ചിട്ടുള്ള തീർത്തില്ല. അനിയത്തിന്റെ ഭർത്താവ് വന്നെത്തിയത് നോക്കിക്കൊണ്ടത്. പോയില്ലേ ആ മെഡിസിൻ യൂസ് ചെയ്തു. ആ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്തു ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇത് മറ്റേ സാധനമല്ലേ, പഞ്ചാബിന്റെ എക്സ്ട്രാക്ട് എടുക്കല സാധനത്തിന്. അതിന് കിക്കാവുന്ന സംഭവമൊന്നുമല്ല. അതിന് THC ഉണ്ട്, അതുപോലെ CBD പറഞ്ഞിട്ടുണ്ട്. 2 കണ്ടന്റ് കെമിക്കൽ ഇല്ല. ഈ THC എന്ന സാധനം ഉപയോഗിക്കുമ്പോൾ അത് കിക്കാവും. CBD കൊണ്ടൊരു കെമിക്കൽ ഉണ്ട്. ആ CBD ഉള്ള സാധനം നമ്മൾ ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാൽ പാർക്കിൻസൺ ക്യൂറിന് ബെസ്റ്റ് മെഡിസിൻ. ഒരു 4 പേരോട് ചോദിച്ചിട്ടുണ്ടായിട്ട് അന്നേരം ഈ CBD ലീഗൽ അല്ല. ഇപ്പൊ ലീഗൽ, അത് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഓൺലൈൻ വെബ്സൈറ്റിലുണ്ട്, അവൈലബിൾ ഉണ്ട്. പക്ഷെ
കുറച്ച് എക്സ്പെൻസീവ് ആണ്. 10 ml ഏകദേശം നമുക്ക് 6000 രൂപയാണ്. പക്ഷെ ഒരു 10 ml ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയിലും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അപ്പം തീരെ എന്തെങ്കിലും ഒന്നും പിടിക്കാൻ പറ്റില്ല. എനിക്ക് നടക്കാൻ പറ്റില്ല, അവരൊന്നും ഉണ്ടാവില്ല, ഇരിക്കാൻ പറ്റില്ല, ഒന്നും പിടിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് പിടിച്ച് വെള്ളം കുടിക്കാൻ പറ്റുന്നാവില്ല. അല്ലെങ്കിൽ ഇത് 2 തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ കിക്ക് ഒന്നുമല്ല, പിന്നെ എല്ലാം ശരിയായി. ആ നെർവ് സിസ്റ്റം മൊത്തം റിലാക്സ് ആയി. അല്ലെങ്കിൽ ആടെ കാണിക്കും, ഡോക്ടറോട് ചോദിച്ചാൽ CBD ബേസ് ചെയ്തിട്ട് മരുന്നുണ്ടെങ്കിൽ അതൊന്ന് തരാൻ പറഞ്ഞാൽ. പക്ഷെ വീഡിയോ കിട്ടൂല, ഓൺലൈൻ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യും. ഈ വീഡിയോന്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാം. അനിയത്തിന്റെ മരുമോനാണ് ഇപ്പൊ വന്ന് സംസാരിച്ചത്. ഇവൻ ഡോക്ടറാണ്. ഇവന്റെ അനിയത്തി ഇപ്പൊ ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുന്നു. പൊന്നുസിന്റെ ബർത്ത്ഡേ ആണ്, ആദികേശന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പായസമായി കൊടുക്കുന്നു. ഇത് അനിയത്തിക്ക് മറ്റേ മൂകാംബിക അമ്പലത്തിൽ പോയിട്ട് ഇതിലിടക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തൊഴുതേരം അവിടുന്ന് കൊടുത്ത പിന്നെ വളയാണ്. അതിൽ 5 മിനിറ്റ്, ബാക്കി നമ്മൾ 5 അതുകൊണ്ട് ഞാൻ 5 മാത്രം ഇങ്ങോട്ട് എടുത്തു, ബാക്കി അവർക്ക്. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തിടണം. തീക്ക ചീനിട്ട് വെച്ചെടുക്കുക, ഒന്ന് ചൂടാവില്ല. നെയ്യിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ അങ്ങനെ കുറേ ഇടില്ല, ഇപ്പോൾ കുറച്ച് എടുത്ത്. പിന്നെ അപ്പോൾ പായസം റെഡി ആയിരുന്നു. ഇത് ഞാൻ പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. പിന്നെ ഇത് ആധികാരികമായിട്ട് ഉണ്ടാക്കുന്ന രീതികളൊക്കെ വേറെ ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് തണിയട്ടെ. മ്യൂസിക് ഇല്ല, മ്യൂസിക് ഇട്ട് കൊടുക്കും. അപ്പുറം കുത്തിയില്ല. അപ്പൊ 13ാമത്തെ ബർത്ത്ഡേ ആഘോഷമാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ? 13 ടീനേജിലേക്ക് മധ്യ കൗമാരം. ഇനി അച്ഛനെ പണി തരുവാ. Happy birthday to you. Happy birthday to you. Happy birthday dear Adi. Happy birthday to you. അപ്പുറത്ത് മതി. അയ്യോ
ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ. ഇത് ഓണത്തിലല്ലേ? മോനെ ഇങ്ങോട്ട് നിക്ക് പൊന്നൂസേ. എടാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തേക്ക് നിക്ക്. ആയില്ലേ? അതോളതാ കൊടുക്കുന്ന പോട്ട് സാരി. അതൊന്നാന്ന്. ഓക്കെ ഓക്കെ അല്ലേ?